രാഹുൽ ഗാന്ധിയെ സത്യത്തിൽ ഞാൻ അവിടെ ഒരു സ്കൂളിൽ മറ്റ് എല്ലാ സ്ഥലങ്ങളിലെല്ലാം പോയി ആ സ്കൂളിലെത്തി അവിടുത്തെ ആളുകളുമെല്ലാമായി സംസാരിച്ച് ഒരുപാട് സമയം അവരോടൊപ്പം ചെലവിട്ട് വെളിയിലേക്ക് വരുമ്പോഴാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അങ്ങോട്ടേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയെ ആക്ച്വലി അവിടെ റിസീവ് ചെയ്തത് ഞാനാണ്. അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അറിയാം. ഒരുപക്ഷെ സിദ്ദിഖ് അത് കണ്ടില്ലെന്ന് നടിച്ചതാവാം, അല്ലെങ്കിൽ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ അത് മാത്രമല്ല, അപ്പോഴെത്തി കുറേ ദിവസങ്ങൾ ഞാൻ അവിടെ നിന്നു. അതിനുശേഷം തിരിച്ചു വന്ന് അവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിന്ന ശേഷം വീണ്ടും അവിടെ പോയി. മൂന്നാമത്തെ വട്ടം ഞാൻ പോയപ്പോൾ ചെയ്തത്, അപ്പോഴേക്കും ഞാൻ പോകാനുള്ള കാരണം ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഈ വാടകയ്ക്കെടുത്ത വീടുകളിലേക്ക് മാറ്റിയിരുന്നു. അതൊരു വലിയ ക്രൈസിസിൻ്റെ സമയമാണ് അങ്ങനെ ഒരു മാറ്റം. കാരണം ഇന്നലെ വരെ എല്ലാവരും ക്യാമ്പുകളിൽ ഒരുമിച്ചായിരുന്നു. ഇൻഡിപെൻഡൻറ്റ് വീടുകളിലേക്ക് മാറ്റുക എന്ന് പറയുമ്പം ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മാത്രമാണ് ആ വീട്ടിലുണ്ടാവുക. അപ്പോൾ രണ്ടുപേരും അല്ലെങ്കിൽ ആ ഒരാൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ തനിച്ചുള്ള അല്ലെങ്കിൽ അവരങ്ങനെ തനിയെ കഴിയേണ്ട ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഭയാനകത ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഞാൻ അവിടെ പോവുകയും രാത്രി 11 മണി 11:30 വരെ ഇവരൊന്നും എവിടെയാണ് ഏത് വീട്ടിലാണുള്ളതെന്ന് അറിയാത്തത് കൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫോൺ നമ്പർ വാങ്ങി ഞങ്ങളുടെ സഖാക്കൾ, വയനാട്ടിലെ സഖാക്കളോടൊപ്പം ചേർന്ന് ഫോൺ ചെയ്ത് കണ്ടുപിടിച്ച് എവിടെയാണ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു നിരവധി വീടുകളിൽ 2-3 ദിവസമായി താമസിച്ച് ആ ആളുകൾ അങ്ങനെ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റിയിട്ടുള്ളപ്പോൾ അവിടെ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ശ്രീ സിദ്ദിഖ് സംസാരിക്കുന്നത് കേട്ടാൽ സബ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്, ആനിരാജയ്ക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി എന്ന MP-യുടെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജനത്തിനോടൊപ്പമാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ശ്രീ സിദ്ദിഖ് ഈ വാസ്തവം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചാനൽ വഴിയായാലും ശരി അല്ലാതെ ആയാലും ശരി ജനങ്ങളോട്, പ്രത്യേകിച്ച് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ അത് ദയവ് ചെയ്തിട്ട് വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാനെന്നുള്ളതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം രീതികൾ ചെയ്യാൻ പാടില്ല. ഇവിടെ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഈ വരുന്നു എന്തുകൊണ്ട് കേരള ഹൗസിൽ വരുന്നു, ആ കേരള ഹൗസിലേക്ക് വരുന്ന വഴിയിലാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ഇങ്ങനെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമരസ്ഥലത്തേക്കൊന്ന് കടന്നു വരണ്ടേ? അതിന് പ്രത്യേകം ഇൻവിറ്റേഷൻ ആവശ്യമുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ദുരിതത്തിനോടൊപ്പം അത് പരിഹരിക്കുന്നതിനുള്ള സത്യസന്ധമായ നിലപാടായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ പന്തലിലേക്ക് ശ്രീ സിദ്ദിഖ് വരണമായിരുന്നു. അത് വരാതെ ഈ സമരം തീർന്ന ഉടനെ അവിടെ വൈകുന്നേരം മാധ്യമങ്ങളെ വിളിച്ച് ഇത്തരത്തിലുള്ള അവാസ്തവമായിട്ടുള്ള സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ഇതിലൊരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ചാനലിലൂടെ അത് രാജ്യത്തെ മുഴുവനും അറിയിച്ച അതേ സന്ദർഭത്തിൽ അവർക്ക് തീർച്ചയായും ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം, ചെയ്യേണ്ടതാണ് പ്രൈം മിനിസ്റ്റർക്ക് കത്തയക്കണമെന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവർക്കും വരാമായിരുന്നു ഇങ്ങോട്ടേക്ക് സമരപ്പന്തലിലേക്ക് എന്നുള്ളതാണ്. എങ്കിൽ പോലും അവിടെ നിന്ന് സമരപ്പന്തലിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സജഷൻ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ അതിനനുസരിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്നുള്ളത് വലിയ അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. എന്നാൽ അതോടൊപ്പം അവർ മുന്നേ വയനാട്ടിൽ വന്നപ്പോൾ നടത്തിയ ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഐ വിൽ നോട്ട് ഇനീഷ്യേറ്റ് എനി അമെൻമെൻറ്റ് ടു ദി ലോ. നിലവിലുള്ള നിയമത്തിൽ ഈ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമം അതിൽ അമെൻഡ് ചെയ്യാനുള്ള നടപടികളൊന്നും ഞാൻ മുൻകൈ എടുക്കില്ല എന്നൊരു പ്രസ്താവന അവർ നടത്തിയുണ്ടായി. അവരോടും ഞങ്ങൾക്ക് CPI-ക്കാർക്ക് ഇടതുപക്ഷത്തിന് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ മുൻകൈ എടുത്തുകൊണ്ട് ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇനി ഒരു മനുഷ്യന് പോലും
ജീവൻ രാജ്യത്ത് എവിടെയും നഷ്ടപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് വയനാട്ടിലും അതുപോലെ കേരളത്തിലും നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട്, എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട്, ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ട്, ഇടതുപക്ഷ എം പിമാരോടൊപ്പം തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ എം പിമാരെയൊക്കെ ചേർത്തുകൊണ്ടാണ് ശ്രീ അമിത്ഷായെ കാണാൻ പോയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ലോൺ കൊടുക്കലിലൂടെ, കണ്ടീഷണൽ ലോൺ കൊടുക്കലിലൂടെ മനസ്സിലായത്. അതുകൊണ്ട് ആ കാര്യത്തിലും വയനാടിൻ്റെ എം പി എന്ന രീതിയിൽ അവിടുത്തെ പുനരധിവാസത്തിനായിട്ടുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.